ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മില്ലറ്റ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആ മില്ലറ്റിൻ്റെ പേര് മണിച്ചോളം, സ്വർഗം, ജോവർ എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട്. ഇത് ഈ മണിച്ചോളം കൊണ്ട് സ്ഥിരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, തൈറോയിഡൊക്കെ നോർമലാക്കാൻ പറ്റും. ഗർഭിണികൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനും ഗർഭിണിക്കും ആവശ്യമുള്ള പോഷകാഹാരമൊക്കെ കിട്ടും. എല്ലാവർക്കും ഗുണമുള്ള ഒരു മില്ലറ്റാണ് മണിച്ചോളം. ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മണിച്ചോളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. 5-6 മണിക്കൂർ ഇത് കുതിർത്ത് എടുക്കണം. രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ തയ്യാറാക്കാം. ഞാനിത് രാവിലെയാണ് കുതിർത്ത് വെക്കുന്നത്. ഒരു 5-6 മണിക്കൂറിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഒഴിച്ച് അരച്ചെടുക്കണം. ആ വെള്ളം കളയണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. ഈ മണിച്ചോളത്തിൽ ധാതുക്കളായ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, സോഡിയം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മണിച്ചോളം അരച്ചെടുത്ത് ഒരു ബൗളിലാക്കി ഒന്ന് നല്ലപോലെ ഇളക്കി ഇതുപോലെ വെക്കണം. മൂടി കുറച്ച് തുറന്ന വിധത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇതൊരു 4-5 മണിക്കൂർ കൊണ്ട് തന്നെ 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് കട്ടിയാണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇഡ്ഡലി തയ്യാറാക്കാനാണ് ഈ മാവ് എടുക്കുന്നത്. ആദ്യം ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്ത് ആവിപാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ തടവിയ പാത്രം അതിലേക്ക് വെച്ച് ഒന്ന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും ഇഡ്ഡലി. ഇനി ഈ മാവിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാനാണ്. ദോശക്കല്ല് നല്ലപോലെ ചൂടായി അതിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ച് ഒന്ന് ചെറുതായി പരത്തി കൊടുത്താൽ മതി. കുറച്ച് കട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ഓട്ട വരുന്ന സമയത്ത് ഇതിന് മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ ഉപയോഗിക്കാത്തവർക്ക് എണ്ണ ഉപയോഗിക്കാണ്ട് ചുട്ടെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വെന്ത് വരുന്ന സമയത്ത് മറച്ചിട്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ഹെൽത്തി ദോശയാണ്. ഇനി അടുത്തത് കുറച്ച് നേരിയതായിട്ട് ഒന്നുകൂടെ ചുട്ടെടുക്കാം. നേരിയതായിട്ട് നേർ റോസ്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഈ മാവ് അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് പുളിക്കാത്ത ദോശ ചുട്ടെടുക്കാൻ പറ്റും നേരിയതായിട്ട്. ഇനി ഇതിന് മുകളിലായി കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുത്ത് നല്ലപോലെ മൊരിഞ്ഞ ശേഷം എടുക്കാം. ഇഡ്ഡലി നല്ലപോലെ വെന്ത് എടുത്ത് വെച്ച് തണുത്ത ശേഷം അതിൽ നിന്ന് ഇളക്കിയെടുക്കുക. ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി, സോഫ്റ്റ് പഞ്ഞി പോലുള്ള ദോശയും നെയ് റോസ്റ്റും ചുട്ടെടുത്തിട്ടുണ്ട്. മസാല ദോശ, നേരിയ ദോശയൊക്കെ ഈ മാവ് കൊണ്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള ദോശയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.